കരൂർ കേസിൽ ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയ് CBIക്ക് മുന്നിൽ 3 പേർ അടങ്ങുന്ന സംഘമാണ് വിജയെ ചോദ്യം ചെയ്യുന്നത്. ആളുകൾ അപകടത്തിലാകുന്നത് തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം തുടർന്നത് എന്തുകൊണ്ടെന്നും വൈകിയെത്തിയത് സ്വന്തം ശക്തി പ്രകടിപ്പിക്കാൻ ആയിരുന്നോ എന്നും CBI ചോദ്യമുയർത്തി. വിജയെ കാണാൻ കൂടുതൽ ടി.വി.കെ പ്രവർത്തകരും ആരാധകരും CBI ആസ്ഥാനത്തിന് മുന്നിലെത്തി. അച്യുതൻ ഡൽഹിയിൽ നിന്നിപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്? അച്യുതൻ, ഉന്മേഷ്, ടി.വി.കെ അധ്യക്ഷനായിട്ടുള്ള വിജയ്ക്ക് നേരെ നിരവധി ചോദ്യങ്ങളാണ് CBI കേസുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിലേറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ വേദിയിൽ വരാൻ വൈകിയെത്തിയത്, അതിന് പിന്നിലെ കാരണം എന്താണ് എന്നത് CBI ചോദിക്കുന്നുണ്ട്. ഈ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയവും വേദിയിലേക്ക് വിജയ് എത്തിയ സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനിടയാക്കിയത് എന്താണ്? ഒപ്പം തന്നെ ആർക്കായിരുന്നു ഈ കരൂരിൽ പരിപാടി സംഘടിപ്പിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത്? ഈ കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നോ? മറ്റൊന്ന്, തദ്ദേശ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു ഏകോപനം ഉണ്ടായിരുന്നോ? പോലീസുമായി ചേർന്ന് പ്രവർത്തിച്ചോ? മാത്രമല്ല, ഒരു അപകട സാധ്യത, ജനക്കൂട്ടം വർദ്ധിച്ചാൽ അപകട സാധ്യത ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ CBI വീണ്ടും ആവർത്തിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ ആളുകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് പ്രസംഗം തുടർന്നത്? അവർ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുത്തിട്ടും അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തുകൊണ്ട് ടി.വി.കെയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ് സ്വീകരിച്ചില്ല എന്നത് CBI ഉന്നയിക്കുന്നു. മാത്രമല്ല, ഈ വൈകി എത്തിയതാണ് ജനക്കൂട്ടം വർദ്ധിക്കാൻ ഇടയാക്കിയത്, അത് പിന്നീട് ഒരു അപകടത്തിലേക്ക് നയിച്ചതും. അപ്പോൾ ആ വൈകി എത്തിയത് സ്വന്തം ശക്തി പ്രകടിപ്പിക്കാനായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടി CBI ഉന്നയിക്കുന്നു. അങ്ങനെ പൊതുവെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിജയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന CBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 3 അംഗ സംഘമാണ് വിജയെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ നിലവിലെ ഈ ആംഡ് ഫോഴ്സിന്റെ സായുധ പോലീസ് സേനയുടെ DGP കൂടി ഇവിടെ CBI ആസ്ഥാനത്തുണ്ട്. അദ്ദേഹം അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ലോ ആൻഡ് ഓർഡറിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുകയാണ്. എന്തായാലും 3 മണിക്കൂർ ഈ ചോദ്യം ചെയ്യൽ പിന്നിടുകയാണ്. 12:07 ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതിപ്പോൾ 3 മണിക്കൂർ പിന്നിടുന്നു. CBI ആസ്ഥാനത്തിന് പുറത്താണ് ഞാൻ ഉള്ളത്. ഇവിടെ ടി.വി.കെ പ്രവർത്തകരുടെ സാന്നിധ്യവുമുണ്ട്. എന്തായാലും അവർ വിജയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മറിച്ച് നാളെ വരെ വിജയ് ഡൽഹി തുടരും. എന്താണ് ഇനി തുടർ നീക്കം? CBI വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും ചെന്നൈയിലേക്ക് മടങ്ങുക. ഉന്മേഷ്, വിജയ് CBIക്ക് മുൻപിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ CBIയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുകയാണ്. വിജയ്ക്ക് നേരെ അവിടെ ടി.വി.കെ നേതാക്കളുണ്ട്, ഒപ്പം ആരാധകരും CBI ആസ്ഥാനത്തിന് പുറത്തുണ്ട്. അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.